السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين آمين. أما بعد. സഹോദരരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥ അവതരിപ്പിക്കുകയാണ്. യൂട്യൂബിന്റെ വിലവർക്കവും ദാമ്പത്യത്തിന്റെ അനന്തമായ സ്നേഹത്തിൽ ചേർന്നുള്ള ഒരു സ്നേഹാർദ്ദമായ കഥ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കടൽപ്പദങ്ങളിലെ സൈനവി. സാഗരം നാദ കരയുടെ സരമുയർത്തിയിടട്ടെ, പാരിനിൽ നമ്മൾ സത്യമതം വാഴ്ത്തിയിടട്ടെ, കരവിടുമൊയമിൽ നിന്നുടെ സവിധത്തിൽ ഈ കാണിൽ നാം ഒന്നിച്ചൊന്നായി ഹന്തു മുരയ്ക്കുന്നേ. വിശാലമായി പരന്നു കിടക്കുന്ന മക്ക പട്ടണം. ഒരു ഭാഗത്താകട്ടെ ഈന്തപ്പനകളും ഗോതമ്പുക്കായി കണസാദൂരപ്പോൾ ചിത്രക്കളികൾ, മറുഭാഗത്താകട്ടെ തിരക്കിൽ നിന്ന് മാറി പാർത്തിരിക്കുന്ന ഒട്ടക കൂട്ടങ്ങൾ. അന്തരീക്ഷം ആ കച്ചവടക്കാരുടെ ആർപ്പുകളാലും അട്ടഹാസങ്ങളാലും ശബ്ദമുദരമാണ്. ഇതേ നോക്കൂ, പറഞ്ഞു കിടക്കുന്ന ഈന്തപ്പന തോക്കുകൾക്കിടയിലൂടെ ആരോ കളിക്കുന്നുണ്ടല്ലോ. സുറുമയിട്ട കണ്ണുകൾ, വടിവത്ത ശരീരം, മന്ദസ്മയുടെ കളറുള്ള സുന്ദര വദനം. അതെ, അത് മറ്റാരുമല്ല, ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാലയാണല്ലോ. ഖദീജയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. ആ പോക്കിലെന്തോ താല്പര്യമുണ്ട്. നാടിനും വീടിനും ഓമനയായ കൺമണിയായി അവളുടെ ലോകം ആഗതമാക്കുന്നേ. തെക്കുതീവരാലെ ആയതിലും മാതൃകയാകുന്നേ. ഖദീജ, എന്റെ മകൻ അബുൽ ഹാസ്, നിന്റെ മകൾ സൈനബ പത്നിയായി കിട്ടിയാൽ കൊള്ളാമായിരുന്നത്. അബുൽ ഹാസ് സുന്ദരനാണ്, സുമുഖനാണ്, തറവാടിയാണ്. സുവർണ്ണ തുടുത്ത കവിൾത്തടങ്ങൾ, ഉരുകിന്റെ വനമുള്ള നിലവടിവ്, ചങ്കൂറ്റത്തിന്റെ മധ്യൗവനത്തിന്റെ അഭിമാനമായി അബുൽ ഹാസിനെ വിമുക്തക്കിടവന്നെ. സത്യദീനിൽ മാർഗം കാട്ടി ആലമീനൽ മയോരി അറിവുകൾക്കും പാത കാട്ടി വന്നല്ലോ വന്നല്ലോ. സത്യദീനിൽ മാർഗം കാട്ടി ആലമീനൽ മയോരി അറിവ് നൽകും പാത കാട്ടി വന്നല്ലോ വന്നല്ലോ. ഖദീജ സമ്മതം മൂളി. വിവരമറിഞ്ഞ പ്രവാചകൻ മറുത്തൊന്നും പറഞ്ഞില്ല. ഒരു 100 വട്ടം സമ്മതം. അങ്ങനെ മംഗല്യം നടന്നു. മംഗല്യവും മധുവിധവും പുളകം കൊള്ളിക്കുന്ന ഓർമ്മകളായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം സൈനബ അബുൽ ഹാസിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. പ്രിയതമനെ, അങ്ങ് ഇസ്ലാമിലേക്ക് കടന്നു വരണം. ഇത് കേട്ട അബുൽ ഹാസ് അലറി. എന്റെ മതവും സ്ഥാനം ഒഴിവാക്കി ഒരു ഇസ്ലാം സ്വീകരണമോ? ഇല്ല ഇല്ല സൈനബ്, ഒരിക്കലുമില്ല. സൈനബ് സങ്കടത്തിൽ അമർന്നുപോയി. കാലം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം മക്ക ചക്രവാളത്തിൽ ഇടിമിന്നൽ തീർത്ത വാർത്ത വന്നു. ആശംസകളുടെ ഉള്ളിലൂണമദാഹം ദീനിൽ നിറഞ്ഞ ത്യാഗം അഹ്ലിൽ കിതാബിൽ മദദിൽ ഹസബിതെഴുതും റബ്ബിനാലെ ഇൻസാന അഹ്ലിൽ കിതാബിൽ മദദിൽ ഹസബിതെഴുതും റബ്ബിനാലെ ഇൻസാന. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. അബുൽ ഹാസ് ബദർ പോകാനുള്ള സകല തയ്യാറെടുപ്പ് നടത്തി. സൈനബാകട്ടെ അബുൽ ഹാസിനെ
ജീവിക്കാൻ 18 അടവും കയറ്റി. പക്ഷേ സൈനബാവട്ടെ അബുൽ ഹാസനെ തട്ടിമാറ്റി ബദർകളത്തിലേക്ക് തിരിച്ചു. ബദർ യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം തുടങ്ങി. പടവാളുകൾ കൂട്ടിമുട്ടി, കുതിരക്കുളമ്പുകൾ പൊടിപരത്തി. അബുൽ ഹാസ് ആളുകൾ ആടുമാടുകൾ അട്ടഹാസങ്ങൾ, യുദ്ധത്തിന്റെ ഗർജനമല്ലാതെ ഒന്നും കേൾക്കാനില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുസ്ലിം സേന വിജയിച്ചിരിക്കുന്നു. മക്കയിലെ പ്രമുഖരിൽ പലരും കൊല്ലപ്പെട്ടിരിക്കുന്നു. അബുൽ ഹാസ് പിടിക്കപ്പെട്ടിരിക്കുന്നു. സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞ് സൈനബ് തങ്ങളുടെ ആറ്റുറസൂൽ സമ്മാനമായി കൊടുത്ത സ്വർണ്ണമാല വലിച്ചൂരി ഭർത്താവിന്റെ മോചനത്തിനായി കൊടുത്തയച്ചു. താൻ സമ്മാനിച്ച സ്വർണ്ണമാല കണ്ട് മുത്തനബി വിതുമ്പി കരഞ്ഞു. പാലമാണിക്ക് അഭിലാഷ പറഞ്ഞു. അബുൽ ഹാസ്, എന്റെ മകൾ സൈനബയെ മതിയാക്കിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ സന്നിധാനം. അബുൽ ഹാസ് മറുപടി പറഞ്ഞു, സമ്മതം. അങ്ങനെ മക്കയിലെത്തിയ അബുൽ ഹാസ് തന്ത്രനിശാനത്തോടെ കിനാരടി കൊണ്ട് അതീവ രഹസ്യമായി സൈനബയെ മക്കയിലെത്തിച്ചു. പെട്ടെന്ന് തന്നെ മദീന മണൽത്തരികൾ കോരിത്തെരിച്ച വാർത്ത വരുന്നു.